നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച് NIT അധ്യാപിക ഷൈജ ആണ്ടവനെ ഇന്ന് ചോദ്യം ചെയ്യും. കുന്നമംഗലത്തെ വീട്ടിലെത്തിയാകും ചോദ്യം ചെയ്യൽ. കലാപാഹ്വാനത്തിന് കുന്നമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യുന്നത്. AK അഭിലാഷ് ചേരുന്നു. AK അഭിലാഷ്, പോലീസ് മാത്രമേ ഇന്ന് ചോദ്യം ചെയ്യുകയുള്ളൂ? പോലീസ് ചോദ്യം ചെയ്തതിനു ശേഷം NITയുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുമോ? അരുൺ, ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനം എന്നുള്ള ഈ ഷൈജ ആണ്ടവന്റെ കമന്റിനെതിരെയായിരുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയും SFIയും അതോടൊപ്പം തന്നെ KSUവും MSFും നടക്കാവ് പോലീസിലും അതോടൊപ്പം തന്നെ കുന്നമംഗലം പോലീസിലും പരാതി നൽകുകയും ചെയ്തത്. ഈ പരാതിയിലാണ് കുന്നമംഗലം പോലീസ് കലാപാഹ്വാന ശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെ ക്യാമ്പസിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തു. പിന്നാലെ തന്നെ ഷൈജ ആണ്ടവൻ അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ക്യാമ്പസിലെത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരുന്നു ആദ്യം പോലീസ് നടത്തിയെങ്കിലും അവർ ക്യാമ്പസിലെത്താത്തത് കൊണ്ട് തന്നെ അന്ന് നടന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീട്ടിലെത്തി ചോദ്യം ചെയ്യാൻ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പോലീസ് വീട്ടിലെത്തി ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നമുക്കറിയാം ഇവിടെ 3 പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ തന്നെ NITയും ഈ കമന്റുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്താൻ ഒരു അന്വേഷണ സമിതിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണ സമിതി നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് NITയുടെ ഭാഗത്തും വരുന്നത്. പ്രത്യേകിച്ച് ഗോഡ്സെ അനുകൂല പ്രസ്താവനയോട് NITക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യം NIT നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ NITയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. NIT ക്യാമ്പസിലെ അധ്യാപികയായ ഷൈജ ആണ്ടവനെതിരെ ഉള്ള കേസിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ശക്തമാക്കുകയാണ്. പോലീസ് ഇന്ന് ഷൈജ ആണ്ടവന്റെ മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും NITയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്നായിരുന്നു ഷൈജ ആണ്ടവന്റെ വിവാദമായ ഫേസ്ബുക്ക് കമന്റ്.